ശ്രീ ഉല്ലാസ് ബാബു, ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഒരു നീക്കമാണ് എന്ന ആരോപണമാണ് റെജി ലൂക്കോസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി മുമ്പെങ്ങും കേട്ടുകേൾവി ഇല്ലാത്ത തരത്തിൽ ആലത്തൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പ്രൊഫസർ ടി.എൻ. സരസൂരെ വിളിക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ നടക്കുന്ന സംഭവങ്ങൾ വളരെ ശക്തമായി അതിൽ നടപടി ഉണ്ടാകും എന്ന് പറയുന്നു. ആളുകൾക്ക് പണം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കരുവന്നൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുമോ എന്ന സംശയമാണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് അങ്ങോട്ടേക്ക് റോഡ് ഷോ നടത്തുമോ എന്നൊക്കെയുള്ളതാണ്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിനപ്പുറത്തേക്ക് എത്ര വലിയ ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്നാണ് കരുതേണ്ടത്. മനു, അതിനകത്ത് മനുവിൻ്റെ ചോദ്യത്തിൽ തന്നെ ഒരു തെറ്റുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. എങ്ങനെയാണ് മനു? BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണ ജിമ്മിക്കാണെന്ന് മനുവിന് തോന്നുന്നുണ്ടോ? ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ബഹുമാനായ ശ്രീ റെജി ലൂക്കോസ് തന്നെ പറയുന്നു, അവിടെ കളവ് നടന്നിട്ടുണ്ട്, കള്ളത്തരം നടന്നിട്ടുണ്ട്, കോടിക്കണക്കിന് ഉറുപ്പികയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. എന്താണ് ഈ തട്ടിപ്പത്തിന് ആധാരം? ആ തട്ടിപ്പിൽ രാഷ്ട്രീയത്തിന് എന്താണ് ചർച്ച ചെയ്യാനുള്ളത്? BJP രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത് BJP നടത്തുന്ന ഒരു ഇവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് അവരെ തകർക്കാൻ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് എന്ന് രാഷ്ട്രീയപരമായിട്ട് ഇവർ ആരോപിക്കുന്നു. സത്യത്തിൽ എന്താണ് മനു നടക്കുന്നത്? കരുവന്നൂർ എന്ന് പറയപ്പെടുന്ന ഒരു ബാങ്ക്, ആ ബാങ്കിനകത്ത് ഒരു ഭരണ സംവിധാനം എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം, ആ ഭരണ സംവിധാനവും സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപ അനുമനു അറിയാത്ത പാവപ്പെട്ടവന്മാരുടെ പറ്റിച്ചുകൊണ്ട് അവിടെ നടപ്പിലാക്കി. ആ യഥേഷ്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഇത്രയും കാലം തുടരുമ്പോൾ വിവിധ ആരോപണങ്ങളും വിവിധ പരാതികളും ഇവരുടെ പാർട്ടിക്ക് തന്നെ അവരുടെ ആളുകൾ പാർട്ടിക്കാർ തന്നെ കൊടുത്തിരുന്നു. പാർട്ടി അതിനെ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ പാർട്ടി അത് അന്വേഷിച്ചിട്ട് അത് ശരിയാണെന്ന് അറിഞ്ഞിട്ടും പാർട്ടി അത് മിണ്ടാതിരുന്നു. പാർട്ടി അത് ഒതുക്കാൻ ശ്രമിച്ചു. നിരവധി ആളുകൾ കോടിക്കണക്കിന് ഉറുപ്പിക നിരവധി ആളുകളെ പറ്റിച്ചുകൊണ്ട് അവിടെ അഭ്യാസം നടത്തി. എന്താണ് അഭ്യാസം? ഇല്ലാത്ത ഭൂമിക്ക് അവിടെ ലോൺ കൊടുത്തു. ഉള്ള ഭൂമിക്ക് 1 ലക്ഷം രൂപയുടെ വാല്യൂ ആണെങ്കിൽ അതിന് 5 ലക്ഷം രൂപ മാർക്കറ്റ് വില കാണിച്ചുകൊണ്ട് അവിടെ കച്ചവടം നടത്തി അതിന്റെ കമ്മീഷൻ ഏജന്റുകളായി മാറി. അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആളുകളുടെ പേരിൽ ലോണ് അവരറിയാതെ കൊണ്ടിട്ടു. അവിടെ സ്വർണം ആരും നിഷേധിക്കുന്നില്ല. നിഷേധിക്കുന്നില്ല. തട്ടിപ്പ് നടന്നവരെ പിടികൂടട്ടെ, അതിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല. പറയട്ടെ മനു, ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് മനു ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ട് CPMന്റെ രാഷ്ട്രീയ ശൈലിയും രാഷ്ട്രീയ സിസ്റ്റവും മനുവിനും അറിയാമല്ലോ. ഇതുപോലെ ഒരു സൊസൈറ്റിക്കകത്ത് അല്ലെങ്കിൽ ഒരു ബാങ്കിനകത്ത് ഇത്രയും വലിയൊരു തട്ടിപ്പ്, കോടിക്കണക്കിന് ഉറുപ്പികയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ട് ആ നടന്ന കാര്യം ഇതൊക്കെ ഇവർ അറിഞ്ഞിട്ട് ഇവരത് ആക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇന്നലെ അല്ലല്ലോ ED അന്വേഷിച്ചു തുടങ്ങിയത്. എത്ര കാലം മുൻപ് ED ഈ വിഷയത്തിൽ അന്വേഷണം തുടങ്ങി? ഇവർക്ക് അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അത് പാടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് സുല്ലെ എന്ന് പറയുന്നൊരു ഏജൻസി അല്ലല്ലോ ED. ആ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് അവിടെ ഒരു വിഷയമേ അല്ല. BJPയെ സംബന്ധിച്ചിടത്തൊരു രാഷ്ട്രീയ സ്റ്റണ്ടുമല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് പണം പോയ നിരവധി ആളുകളുണ്ട്, അവരുടെ കണ്ണീരുകളുണ്ട്. അതിനുവേണ്ടി സമരം ചെയ്യുന്നതിൽ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന 100% മുന്നിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിനെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കി കണ്ടുകൊണ്ട് ഇതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനകൾ ശ്രമിച്ചാൽ തന്നെ അത് നടക്കില്ല. കാരണം അവർക്ക് ഇതൊക്കെ അറിയാം. അവർ അറിഞ്ഞുകൊണ്ടും എല്ലാ അഭ്യാസങ്ങളും ഒപ്പിച്ചതിൽ അവരറിഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പൊ അത് BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കുന്നതാണ് തെറ്റ്. അതിൻ്റെ അകത്തെ രാഷ്ട്രീയം കളവാണ്, തട്ടിപ്പാണ്. ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആളുകളും CPMും തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നു. അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അതിൽ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസിയുടേതായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. BJP ആഫീസിൽ നിന്ന് കൊടുത്തുവിട്ട കടലാസ് അനുസരിച്ചല്ല ED പെരുമാറുന്നതെന്ന് അസന്നിഗ്ധമായിട്ട് ഞാൻ കൃത്യമായി പറയാം. മറ്റവർ രണ്ടുപേരും പറയുന്നത് അല്ലെങ്കിൽ റെജി ലൂക്കോസ് പറയപ്പെടുന്നത് പരിപൂർണമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് പരാജയ ഭീഷണി മുഴങ്ങുമ്പോഴും പെടുമെന്ന് കാണുമ്പോഴുമുള്ള ഒരു വെപ്രാളമായിട്ട് അതിനെ കണ്ടാൽ മതി. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ കൃത്യമായിട്ട് സമൂഹത്തിന് അറിയാൻ സാധിക്കും ഈ കോടാനുകോടി രൂപ തട്ടിച്ചതിൽ CPMന്റെ മൗനാനുവാദവും CPMന്റെ കരങ്ങളും ഉണ്ട് എന്നും അതിലെ നേതാക്കന്മാരുടെ കരങ്ങളും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.